എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. We welcome you all to a special episode of Live Spiritual Taste Time. ഇതൊരു യാത്രയാണ്. പുതിയ ദേശങ്ങളിലൂടെ, പുതിയ സഭകളിലൂടെ, പുതിയ ആത്മീക ആഹാരങ്ങൾ തേടി, പുതിയ രുചികൾ തേടി ഞങ്ങൾ നടത്തുന്ന ഒരു യാത്ര. ഈ യാത്രയിൽ ഞങ്ങൾ പല സഭകളിൽ കൂടി, പല ദേശങ്ങളിൽ കൂടി കടന്നു പോകുവാനിടയായി. ചില സഭകളിൽ, ചില ദേശങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ ചില ആത്മീക ആഹാരങ്ങൾ ഞങ്ങളുടെ ആത്മീക ദാഹത്തെ ശമിപ്പിച്ചപ്പോൾ ചിലത് ഞങ്ങൾക്ക് ദഹനക്കേടുണ്ടാക്കി. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് NSWയുടെ ക്യാപിറ്റൽ സിറ്റിയായ സിഡ്നിയിൽ നിന്നും ഏകദേശം 24 കിലോമീറ്ററുകളോളം മാറി സ്ഥിതി ചെയ്യുന്ന ബാങ്ക്സ്റ്റൗൺ എന്ന സബർബിലെ മിൽപ്ര എന്ന സ്ഥലത്തുള്ള സിഡ്നി പെന്തകോസ്റ്റൽ ഫെലോഷിപ്പ് എന്ന മലയാളം കൂട്ടായ്മയിലാണ്. ഇവിടുത്തെ ആത്മീക ആഹാരം രുചിച്ചു നോക്കിയവർ പറയുന്നത് ഇത് സകലവിധ രോഗങ്ങൾക്കും ആത്മീകവും ഭൗതികവുമായ രോഗങ്ങൾക്ക് ഒരു ഒറ്റമൂലി ലഭിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. ഇതിന്റെ ക്രെഡിറ്റ് ഇവിടുത്തെ ദേവദാസനും അദ്ദേഹത്തോടൊപ്പം ചുമൽ കൊടുത്തു നിൽക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ അനേകം ദൈവമക്കൾ ഒരു മായവും കലരാതെ തങ്ങളുടെ ആത്മീകാഹാരം പാകം ചെയ്യുവാനും അത് പകരുവാനും ഉള്ളവരുണ്ട് എങ്കിലും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് SPFന്റെ മെയിൻ കൊറിയോഗ്രാഫറും എല്ലാവിധമായ ആത്മീക ആഹാരങ്ങളും തന്നിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ താലന്തുകളും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ലേഡി ഷെഫിനെയാണ്. Before we going to meet her, now we are going for a short break. ഷെഫ് ഭയങ്കര ബിസി ആണെന്ന് തോന്നുന്നു. ഹലോ റീന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് റീന തന്നെയാണ് നമ്മുടെ പ്രഷർക്ക് വേണ്ടി റീന പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് റീന ജോൺ. ഞാൻ ഈ സഭയിലെ ആദ്യകാല വിശ്വാസികളിൽ ഒരാളാണ്. പിന്നെ താര പറഞ്ഞതുകൂടി ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല, എങ്കിലും ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് മന്ന ഹെൽത്ത് പുഡിംഗ് എന്ന് പറയും. ഈ പുഡിങ്ങിൻ്റെ മിക്സ് നമുക്ക് പല കടകളിലും വളരെ സുലഭമായിട്ട് ലഭിക്കും. പക്ഷെ അതൊന്ന് പോയി വാങ്ങിച്ച് നിങ്ങൾ അബദ്ധം കാണിക്കരുത്. കാരണം അത് പോയി വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം ഈ ഉദയ എന്ന് പറയുന്ന ഒരു മലയാളം സ്റ്റോർ ഉണ്ട് ഇവിടെ, ഫേമസ്. ഞാനിവിടെ ഈ പിള്ളേരുടെ സെഷനിൽ പോയി കഴിഞ്ഞാൽ മന്ന ഹെൽത്ത് മിക്സ് ഞാനത് വാങ്ങിച്ചിട്ടുമുണ്ട്. തിമോത്തിക്കും ടോമിനും വേണ്ടി യൂസ് ചെയ്യാനൊക്കെ കേട്ടോ. ശരിക്കും അത് പാടില്ല അല്ലേ? ഇല്ല, രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങി പോകില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ പുഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇത് തണുത്തതായിട്ടുള്ള ആഹാരമാണ്. അത് കാരണം കുറച്ച് ചൂടുള്ള ദേഷ്യമുള്ള അച്ഛന്മാർക്കും ചേച്ചിമാർക്കും ആൻറ്റിമാർക്കും എല്ലാവർക്കും ഇത് വളരെയധികം ഫലപ്രദമാണ്. പിന്നെ കുറച്ച് വല്ലപ്പോഴൊക്കെ ഫ്രിഡ്ജിനകത്ത് നല്ലോണം യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഓർത്ത് തരാം. ഇതിന് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു ഒറ്റമൂലി കൂടിയാണ്. അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും പ്രായഭേദമന്യേ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇന്ന് ചേരുവകൾ എന്താണെന്ന് നമുക്ക് ഞാൻ പറയാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വചനം എന്ന മായമില്ലാത്ത പാലാണ് വേണ്ടത്. ഇത് നമ്മുടെ കോൾസിലോ വൂൾവർത്തിലോ ഒക്കെ കിട്ടുന്ന പാലല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ പത്രോച്ചാൻ്റെ കടയിൽ നിന്ന് മാത്രമേ ലഭിക്കുള്ളൂ. അവിടെ തന്നെ പോയി നിങ്ങളത് വാങ്ങിക്കണം. വേറെ ഏതെങ്കിലും പാലാണെങ്കിൽ അത് പിരിഞ്ഞു പോകും. ഒന്നും പാടില്ല. ഈ പാട്ടുകൂടി ശരിയാവണമെങ്കിൽ നമ്മൾ വചനം എന്ന മായമില്ലാത്ത പാല് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനാണ്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഷുഗർ എന്ന അസുഖം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കണം. നമുക്ക് തേൻ തന്നെ യൂസ് ചെയ്യാം. ഇതെവിടെ കിട്ടും? സ്പെഷ്യൽ കടകളുണ്ടോ ഇതിന്? ഇത് നമുക്ക് ആസാഫിന്റെ കടയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഓക്കെ, സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന മെഗാ സ്റ്റോറിലെ അതിനകത്ത് 84th ഗേറ്റിൽ വരുന്ന ആസാഫിന്റെ കട. ഓക്കെ, അതിന്റെ കൂടെ ആ തേനിന്റെ കൂടെ എന്തോ കൂടെ കിട്ടുമെന്ന് തോന്നുന്നു. അതെ അതെ, അയ്യോ, ഗോതമ്പ് പൊടി. നമുക്ക് ഗോതമ്പ് മേൽത്തരമായ ഗോതമ്പ് അവിടെ ലഭിക്കും. അത് നമുക്ക് ഗോതമ്പായിട്ട് മേടിച്ചുകൊണ്ട് വന്നാലും മതി. നമുക്ക് ഇവിടെ നിന്ന് പൊടി. പക്ഷേ റീന ഈ തേനിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ആലോചിച്ചത്. ഈ തേനെന്ന് പറയുന്നതുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 66 കടകളിൽ ലഭിക്കുന്ന ഒരു സാധനവും. പക്ഷെ ഈ എല്ലായിടത്തും കിട്ടുന്നത് മേഖലമായ തേന. പക്ഷെ ഈ
ജഡ്ജസിന്റെ കടയിൽ ഒരു തേൻ ഇരിപ്പുണ്ട്. അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ഒരു തേനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിംഷോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഈ ഷിംഷോൻ എന്ന വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനായിരുന്നു വെച്ചാൽ ഫെലിസ്തീൻ ഇസ്രായേൽ യുദ്ധം ചെയ്യാനായിരുന്നു. അപ്പൊ ഇദ്ദേഹം നാസിൽ പ്രതിക്കാരനായിരുന്നു, അശുദ്ധമായതിനെ ഒന്നും തുടരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ വഴിക്കൂടെ നടന്നു പോയപ്പോ ഒരു സിംഹം വന്നു, അതിനെ കൊന്നു. അതിന്റെ കുറെ നാൾ കഴിഞ്ഞപ്പോ അമ്മയും അപ്പനും എല്ലാം കൂടെ നടന്നു പോയപ്പോ വീണ്ടും ഒരു ആഗ്രഹം, ഈ കൊന്ന സിംഹത്തെ ഒന്ന് കാണും. അദ്ദേഹം ചെന്ന് നോക്കിയപ്പോ സിംഹത്തിന്റെ ശവത്തിനകത്ത് മേത്തരമായ തേൻ, കേട്ടോ, അശുദ്ധമായതിനകത്ത് മേത്തരമായ തേൻ. അദ്ദേഹം ഇത് എടുത്തോണ്ട് വന്ന് ഉള്ള എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അവരെല്ലാം കൂടെ ശരിക്കും കഴിച്ചു. അവസാനം അറിയാമല്ലോ എന്താ സംഭവിച്ചത്? ഒരു ദലീലയുടെ മടിയിൽ ചെന്ന് ചാടേണ്ടി വന്നു, ഫെലിസ്തീനയുടെ ഇടയിലും ചെന്ന് വിടേണ്ടി വന്നു. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ലഭിക്കുന്ന ഈ തേനൊക്കെ ഈ അശുദ്ധമായതിനകത്ത് ഭയങ്കര മേത്തരമായ അടിപൊളി തേനാണ് കിട്ടുന്നത്. പക്ഷെ ഇത് വാങ്ങിച്ച് അതിന് വഞ്ചിതരാകുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോ എല്ലാം എന്തുവാ ഭയങ്കര സംഭവമാണ്, പക്ഷെ അശുദ്ധമായതിനകത്തായിരിക്കും. ഇപ്പൊ വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ്, മേത്തരമായതാണെങ്കിലും അശുദ്ധമായതിൽ നിന്നാണോ ശുദ്ധമായതിൽ നിന്നാണോ വിവേചിച്ചറിയാനുള്ള കഴിവുണ്ട്. അതെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് മിക്സ് ആണ്. ഫ്രൂട്ട് മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗരം മസാലയിലൊക്കെ ഈ പലതരം പൊടികൾ ചേർന്നുകൊണ്ട് നമ്മുടെ ഫ്രൂട്ട് മിക്സ് എന്ന് പറയും. ഇതിന് പലതരം ഫലങ്ങളും കൂടി ചേരുന്നതാണ് ഈ ഫ്രൂട്ട് മിക്സ് എന്ന് പറയുന്നത്. ഗലാത്യന്റെ കടയിലാണ് നമുക്ക് ലഭിക്കുന്ന 5ാമത്തെ ഗേറ്റിൽ. പക്ഷേ ഈ ഫ്രൂട്ട് മിക്സ് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട് മിക്സ് മുമ്പ് വേറെ കുറച്ച് ഫലങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ ഇപ്പൊ അതിനകത്തോട്ട് ഓടിച്ചെന്ന് വാങ്ങിക്കുന്നത് കാണുന്നത് ജടികമായ ഫലങ്ങൾ, ജഡത്തിന്റെ ഫലങ്ങൾ, അതിനോട് താല്പര്യമില്ല. ഇല്ല. നമ്മൾ ഫ്രൂട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ അധിക ഫലങ്ങൾ മാത്രമേ വാങ്ങിക്കാവൂ. എന്നിട്ട് ഈ മിക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ എന്നുള്ള 9 തരം ഫലങ്ങളാണ് ഇതിനകത്ത് ചേരുന്നത്. ഇനി നമുക്ക് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയും ഉപവാസം എന്ന മേൽപ്പൊടി എപ്പോഴും ചേർക്കേണ്ടതാണ്. ഇത് ഈ പ്രാർത്ഥന ഉപവാസം എന്ന മേൽപ്പൊടി ഒരു ഭയങ്കര സംഭവം. ശരിയാ കേട്ടോ. നോക്കുമ്പോ എല്ലാവർക്കും പ്രാർത്ഥന ഉപവാസം ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ബൈബിളിൽ നിന്ന് 2 പേരെ ഓർമ്മ വരും. ഒന്ന് ദാവീദും ഒന്ന് ദാനിയേലും. ദാവീദ് സത്യത്തിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷൻ, ദാനിയേല് പ്രാർത്ഥന വീരൻ. 2 പേരും കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ദാവീദ് കിളിവാതിൽ തുറന്നുണ്ടല്ലോ ബർശേബയെ നോക്കാനായി പോയി. മനസ്സിലായോ? ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു, പക്ഷെ ബർശേബയെ നോക്കാനായി പോയി. ദാനിയേൽ എന്ന കിളിവാതിൽ തുറന്നത് സ്വർഗത്തിലേക്കാണ്. അപ്പൊ ഇന്ന് എന്താ നടക്കുന്നതെന്നറിയാമോ? ഇതേപോലെ പ്രാർത്ഥന ഉപവാസം ഒക്കെ ഉണ്ട്, പക്ഷെ കിളിവാതിൽ തുറക്കുന്നത് ഫേസ്ബുക്കിലോട്ടും ട്വിറ്ററിലോട്ടും അത് എന്തോ ചെയ്യാൻ പറ്റുമോ? അതിപ്പോ അങ്ങനെ ആയി പോയി. അത് വളരെ സൂക്ഷിക്കണം. തുറക്കുന്നുള്ളത് നോക്കി സൂക്ഷിക്കണം. ഇത് നമ്മുടെ 66 കടകളിലും നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് മത്തായി വിദേശിയുടെ കടയിൽ ചെന്നാൽ വളരെ സുലഭമായിട്ട് അത് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 2 ഘടകങ്ങളുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ലിവിങ് H2O എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് വെള്ളം. പക്ഷെ ഇത് എന്താ പറയുന്നത് ചതിക്കപ്പെടാൻ വളരെയധികം എന്താ പറയുന്നത് നമുക്ക് ലിവിങ് വാട്ടർ, ലിവിങ് H2O എന്ന് അത് തന്നെ വാങ്ങിക്കണം. നമ്മുടെ ജോൺ ബച്ചന്റെ കടയിൽ നമുക്കിത് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഉപ്പ്. ഈ ഉപ്പ് നമ്മൾ ശരിയായ തോതിൽ യൂസ് ചെയ്തില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കൂടിയ അച്ചായിട്ട് കുഴപ്പം, ഉപ്പ് കുറഞ്ഞ അച്ചായിട്ട് കുഴപ്പം. ഈ വഴക്ക് എന്ന ഒരു സ്വഭാവം കുറയ്ക്കാൻ വേണ്ടി ഉപ്പ് വളരെയധികം സൂക്ഷിക്കണം. ഉപയോഗിക്കുമ്പോൾ ഹോസ്പിറ്റലൈസ് കേസ് വരെ എനിക്കറിയാം. അതുകൊണ്ട് വളരെയധികം നമ്മൾ ഈ ഉപ്പ് കറക്റ്റായിട്ടുള്ള അളവിൽ നമ്മൾ യൂസ് ചെയ്യണം. ഇത് നമ്മൾ മത്തായി വിദേശിയുടെ കടയിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇത് അവിടെ നിന്ന് തുളസിയുടെ കടയിൽ കിട്ടും. പക്ഷെ എന്തായാലും നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്. ഈ പാത്രത്തിന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിന് പറയുന്നത് മാനപാത്രം അഥവാ എംപ്റ്റി വെസൽ എന്നാണ് പറയുന്നത്. ഇത് കാണാൻ ഇത് എംപ്റ്റി വെസലാണ്. ഈ എംപ്റ്റി വെസലിന് മാത്രമേ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ തിമോത്തിച്ചായന്റെ കടയിൽ ലഭിക്കും. അവിടെ നിന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കണം. ഇനി ഇതിനകത്ത് നമുക്ക് ഇന്നത്തെ കാലത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ സംഭവമാണ്. കാരണം എല്ലാവരും നിറഞ്ഞു തുളുമ്പിയ അവസ്ഥയല്ല. അപ്പൊ കർത്താവിന് നിറയ്ക്കാൻ വലിയ
ഒന്നുമില്ല. അപ്പൊ ഏതായാലും റീന ഇത് കാണിച്ച നന്നായി. മാനപാത്രം ഒരു MG വെസലാണെന്ന് കാണിച്ചത് വളരെ നന്നായി. അതെ, അപ്പം പുഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ MG വെസൽ തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീ നമ്മൾ കത്തിക്കാൻ പോവാണ്. ഈ തീ എന്ന് പറയുമ്പോൾ ഈ തീന് നമുക്കൊരു പ്രത്യേകതയുണ്ടോ? ഇതിന് പറയുന്നത് കൺസ്യൂമിങ് ഫയർ അഥവാ ദഹിപ്പിക്കുന്ന അഗ്നി എന്നാണ് പറയുന്നത്. ഈ തീയിൽ കൂടെ കടന്നു വേണം നമുക്ക് ഈ പാത്രം ശുദ്ധമാകാനും ഇതിന് ഇമ്പ്യൂരിറ്റീസ് എല്ലാം കളയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ഈ പാത്രം കാണുമ്പോൾ റീനയുടെയാണ് ഈ പാത്രം. ഇച്ചിരി അഹങ്കാരം ഉന്നതഭാവം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഈ തീ കൂടെ കടന്നു പോകുമ്പോൾ മാറുമായിരിക്കും. തീ കൂടെ കടന്നു പോകുമ്പോൾ അഹങ്കാരം ഇതെല്ലാം വരുന്നതല്ല, അത് ഈ തീ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ അത് മാറും. ഇപ്പൊ നമുക്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ അത് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ആദ്യം ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാണ്. ഈ പാല് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിറഞ്ഞ് തുളുമ്പി പോകരുത്. അതുപോലെ നമ്മൾ എന്നാ പറയുന്നത്, ഈ തീയെ സൂക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലോ ആക്കാം തുളിപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കെട്ടുപോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഓ, ഈ തീ കെട്ടും പ്രശ്നം റീന, ഇതൊരു വലിയ പ്രശ്നം. ഞായറാഴ്ച ഒരാളിക്കണ്ടത്, അത് കഴിഞ്ഞ് പിന്നെ ഉപവാസ പ്രശ്നം വരുമ്പോൾ ഒരാളിക്കട്ടെ, പിന്നെ കൺവെൻഷൻ സീസൺ ഒരാളിക്കട്ടെ, ഇതിനിടയ്ക്ക് തീ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഈ തീ വളരെയധികം സൂക്ഷിക്കണം, കെട്ടുപോകരുത്. അത് വളരെ സൂക്ഷിച്ച് കുറച്ച് വെക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് കൂട്ടി വെക്കാം, പക്ഷെ അങ്ങനെ വരാതിരിക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉള്ള എല്ലാ സ്പൈസസും ചേർക്കണം. ഈ സ്പൈസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്നേഹം കുറവുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം കൂടുതലുള്ള അച്ചായന്മാർക്കാണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക സ്നേഹം കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് ദീർഘക്ഷമയായിരിക്കും അതിനൊന്നുകൂടെ നല്ലത്. ക്രോധം വരുമ്പോൾ ദീർഘക്ഷമ കൂടുതൽ ചേർക്കാം. അതെ അതെ, ദീർഘക്ഷമ കൂടുതൽ ചേർക്കണം. പിന്നെ ഇച്ചിരി പിശുക്കുള്ള ആൾക്കാരാണെങ്കിൽ പരോപകാരം കൂടുതൽ ചേർക്കാം. പിന്നെ അതേപോലെ ഉണ്ടല്ലോ, എന്തിനും ഈ കുറ്റം കണ്ടുപിടിച്ച് അസൂയ കൊണ്ടൊക്കെ നടക്കുന്നവരാണെങ്കിൽ കുറച്ച് സ്നേഹം, സന്തോഷം, സമാധാനവും കൂടുതൽ ചേർക്കാം. അപ്പൊ അത് ആവശ്യമനുസരിച്ച് നിങ്ങൾ ചേർക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതെല്ലാം നമുക്ക് തേൻ ചേർക്കുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം. എത്ര കൂടുന്നോ അത്രയും നിങ്ങളുടെ വാക്കുകൾ മധുരമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വേഗം ചേർത്ത് അതെ അതെ എല്ലാം ഓരോന്നോരോന്ന് നമുക്ക് ചേർക്കാം. ഓക്കെ ഓക്കെ. പ്രാർത്ഥന ഉപവാസം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണം ചേർക്കാം അല്ലേ? ഇടയ്ക്കിടയ്ക്കല്ല, അത് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന്റെ കൂടെ നമ്മൾ എപ്പോഴും നമ്മളത് ചേർക്കണം. കാരണം അത് ചേർത്തില്ലെങ്കിൽ വളരെയധികം മോശമാണ്. ഓക്കെ, നമ്മുടെ പുഡിംഗ് വളരെ നാശമാക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, പുഡിംഗ് ഞങ്ങൾ വന്ന് നമുക്ക് കുറച്ച് കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടിച്ച് വെച്ചിരിക്കുന്നത് അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതൊരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് റീനയ്ക്ക് എനിക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാം അല്ലേ? ഇത് 3 നേരം കൊടുക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇത് എത്ര ആവശ്യം തന്നെ ചോറ് കഴിച്ചിട്ടായാലും കഴിക്കാം. ഓക്കെ, ഇത് ഞാനിനി ഇതിനകത്തേക്ക് പകർത്താൻ പോവാ. ഓക്കെ, ഇത് നമ്മുടെ പുഡിംഗ് ഇപ്പോൾ ആയി കഴിഞ്ഞ് ഈ പുഡിങ്ങിനെ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. റീന എന്താണെന്നറിയാൻ പോയത്, നല്ല ഒരു ഫ്രൂട്ട് മിക്സിന്റെ ഒരു പുളിയൊക്കെ ചേർന്ന് നല്ല മധുരമൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഈ പുഡിങ് ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നതുണ്ട്. നിങ്ങൾ എന്തായാലും വളരെ എളുപ്പമാണ്. നിങ്ങൾ എവിടെ ഏത് അവസരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ചർച്ചിൽ നിങ്ങൾക്ക് ലവ് ഫീസ്റ്റൊക്കെ വരുമ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീട്ടിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്താൽ നിങ്ങളുടെ ആത്മീയമായ ആശയങ്ങൾക്കെല്ലാം ഇത് നല്ലതാണ്. ഇത് ഞാൻ ഈ റെഫ്രിജറേറ്റ് ചെയ്യാൻ പോവാം, എന്നാലേ അതൊരു ഇതാവുള്ളൂ. റെഫ്രിജറേറ്റർ ചെയ്ത് ഓൾറെഡി ചെയ്ത പുഡിംഗ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം നല്ലൊരു പുഡിങ്ങായിട്ട് ഇങ്ങനെ വരും നമ്മുടെ പുഡിംഗ്. ഓക്കെ, നല്ല ടേസ്റ്റി പുഡിംഗ് ആണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ സ്പിരിച്വൽ ടേസ്റ്റ് ടൈം എന്ന് പറയുന്ന പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിപ്പോൾ റീന പറഞ്ഞതുപോലെ പലവിധമായ വ്യാജമായ പലതിൻ്റെ നടുക്കൂടെ കടന്നു പോവുകയാണ്. വ്യാജമായതാണ് നമ്മളെല്ലാം കേൾക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് സത്യം എവിടെ എന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന നമ്മളെപ്പോലുള്ളവർ, ഓക്കെ, അവർക്കാണ് ഏറ്റവും വലിയത്. ഇപ്പം എല്ലാ ഭോജനം, ആത്മീകമായ ഭോജനത്തിന്റെ എല്ലാം പുറകെ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ആത്മീകമായ ഭോജനത്തിനോട് അമിതമായ ഒരു ആർത്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. Proverbs 23:2. നിങ്ങൾ ഭോജനപ്രിയ ആകുന്നുവെങ്കിൽ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക.
ഇന്നത്തെ ഞങ്ങളുടെ സ്പിരിച്വൽ ടേസ്റ്റ് ടൈം എന്ന പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു ദേശത്ത്, പുതിയൊരു സഭയിൽ, പുതിയൊരു ആത്മീക ആഹാരവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ അലക്സി മാത്യൂസിനോടൊപ്പം ദിസ് ഇസ് താര, This is Reena. we are signing off now. Stay tuned on SPF. Bye. Bye.